നമ്മൾ ബെയറിങ് കാര്യങ്ങളൊക്കെ മെഷീൻ്റെ അഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഗിയർ കാര്യങ്ങളൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പുള്ളർ ഉണ്ടാക്കുന്നതാണ് ഈ വീഡിയോ. അതിന് വേണ്ടിയിട്ട് ഹൈറ്റ് നമ്മൾ 1.5 സ്ക്വയറിലും അതുപോലെ അതിൻ്റെ അടിഭാഗത്ത് വരുന്ന സ്റ്റാൻഡാക്കാൻ വേണ്ടി 1.25 ആംഗിളറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഹൈഡ്രോളിക് ജാക്കിയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തബാരിയ കമ്പനിയുടെയാണ് ജാക്കി വരുന്നത്. ഇത് 5 ടണ്ണിൻ്റെ ജാക്കിയാണ്. ഇതിൻ്റെ അകത്ത് ഈ കിറ്റിൽ വരുന്നത് അതിൻ്റെ 2 പ്രസ് ചെയ്യാനും അതുപോലെ ഇത് എയർ ഇതാക്കാനും വേണ്ടിയുള്ള 2 പൈപ്പുകളാണ് വരുന്നത്. ഫ്രെയിം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് ഓരോ ടൈമിലായിട്ട് ചെയ്തതാണ്. നമുക്ക് സമയം കിട്ടുമ്പോൾ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് മെയിനായിട്ട് നമ്മുടെ ആംഗിൾ ഗ്രൈൻഡർ അതുപോലെ ഡ്രില്ല് ഒക്കെ അഴിക്കുന്ന സമയത്ത് നമുക്ക് പ്രസ് ചെയ്യാതെ തട്ടിമുട്ടിയൊക്കെ അഴിക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു പുള്ളറാക്കിയേക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ സമയം കിട്ടുമ്പോൾ ആണ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ കുറച്ചുകൂടെ ഹെവി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം തൽക്കാലം ഒന്ന് ചെയ്ത് നോക്കുന്നതാണ്. ഇപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം മറ്റൊരു രീതിയിലേക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഫ്രെയിം അടിച്ചതിന് ശേഷം 2 ഹൈറ്റ് വരുന്ന ഭാഗം സ്പോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വർക്കിൻ്റെ തിരക്കും പനി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ ഒരു ഓർഡറിൽ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ചില പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ്, പനി കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടും പിന്നെ വർക്കിൻ്റെ ചെറിയൊരു തിരക്കുണ്ടായതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. അതിൻ്റെ ടോപ്പിലൊരു 2.5-1.5 പൈപ്പും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഹെവി ആയിട്ട് കിട്ടാൻ വേണ്ടി ആംഗ്ലറോ അല്ലെങ്കിൽ സി ചാനൽ പോലത്തെ ചാനലുകളൊക്കെ വെക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഇത് നമ്മൾ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി ആയതുകൊണ്ട് നമ്മളതിൽ വലിയ ആംഗ്ലറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അടി മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് പിന്നീട് വേണമെങ്കിൽ നോക്കി ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ജാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ജാക്കി വെക്കാനുള്ള ഒരു ഭാഗം കൂടെ ഇതുപോലെ താഴോട്ടും വെള്ളോട്ടും പൊന്താൻ പറ്റുന്ന രീതിയിൽ 2 ആംഗ്ലർ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലും കൂടെ ഓരോ പട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് മുകളിലേക്ക് താഴോട്ടും പൊങ്ങാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. സൗണ്ടൊക്കെ വളരെയധികം പ്രശ്നമുണ്ട്. അതിൻ്റേതായ സൗണ്ടിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ജാക്കി കറക്റ്റ് അവിടെ നിൽക്കാൻ വേണ്ടി ടോപ്പിൽ നമ്മളൊരു 1.25 റൗണ്ട് പൈപ്പ് 1 ഇഞ്ച് റൗണ്ട് പൈപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുള്ളിലേക്ക് കയറി നിൽക്കാൻ വേണ്ടി. ഇനി നമ്മൾ സ്പ്രിങ് കുറച്ച് വലിയ സ്പ്രിങ്ങാണ് വേണ്ടത്. നമുക്ക് സ്പ്രിങ് അന്വേഷിച്ചിട്ട് ഈ ചെറിയ സ്പ്രിങ് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം നമുക്ക് കിട്ടിയത് 2 വീലിൻ്റെ സ്പ്രിങ്ങാണ്, സ്റ്റാൻഡൊക്കെ വരുന്ന ഭാഗത്തെ. നമ്മൾ ആ സ്പ്രിങ് വെച്ചിട്ട് നമ്മുടെ നിലവിലുള്ള ഒരു കമ്പിയും കൂടെ നീളം കൂട്ടിയിട്ടാണ് സംഭവം സെറ്റാക്കി നോക്കിയത്. നമ്മുടെ ആവശ്യം നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റാക്കി നോക്കിയത്. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്ന് മനസ്സിലായതിന് ശേഷം അടിഭാഗത്തേക്ക് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അഴിഞ്ഞു വരാൻ പറ്റുന്ന രീതിയിൽ ഒരു റാഡോ കാര്യങ്ങളോ വെക്കണം. അതിന് നമ്മുടെ അടുത്തുണ്ടായിരുന്നത് ഒരു പിന്നിഞ്ചസാണ്. അപ്പോൾ അത് തന്നെ അവിടെ വെച്ച് വെൽഡ് ചെയ്തു. ഇനി ഗ്യാപ്പിലോട്ട് അതും കൂടെ വെച്ചിട്ട് വെൽഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അതും കൂടെ സ്പോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അടിഭാഗത്തും അതുപോലെ ഒരു പൈപ്പ് വെച്ചിട്ട് നമുക്ക് ഫുള്ള് ഹോളിടാനുണ്ട്. ഹോളിട്ടാൽ മാത്രമേ നമുക്ക് പ്രസ് ചെയ്തിട്ട് അഴിക്കാനുള്ള സംഭവം കൂടെ അതിൻ്റെ അകത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ.
വെൽഡിങ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആംഗ്ലർ നമ്മൾ കനം കുറഞ്ഞ ആംഗ്ലറാണ് എടുത്തിട്ടുള്ളത്. 180 1.25 ആംഗ്ലറാണ് വെച്ചിട്ടുള്ളത്. നമ്മളിത് ഇപ്പം സംഭവം സക്സസ് ആണ്. ഇനി നമുക്ക് ഇതിന് ഹോൾ ഇടാനുണ്ട്. അതുപോലെ അടിയിൽ വരുന്ന ഒരു ഫ്രെയിമും കൂടെ ഹോൾ ഇട്ടിട്ട് റാഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിമും കൂടെ സെറ്റാക്കാനുണ്ട്. നമ്മളിത് ഓരോ ദിവസങ്ങളിലായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജാക്കി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടൊരു പീസ് നമ്മൾ 4 മൂലയ്ക്ക് ഓരോ പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പീസിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടിഭാഗത്തേക്ക് വരുന്ന സംഭവം കൂടെ റെഡിയാക്കാനുണ്ട്. ഇത് നമ്മളിപ്പോൾ ഒരു ഇതിൽ ചെയ്തതാണ്. ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഇതിൻ്റെ സൈഡിൽ വരുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടെ സേഫ്റ്റി ആവശ്യമുള്ളവർക്ക് അതിൽ കൂടുതലുള്ള ജാക്കിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളത് ചെയ്യാൻ പറ്റുന്നതാണ് പുള്ളർ. നമ്മളതിൻ്റെ സ്പ്രിങ്ങിൻ്റെ പവർ കുറവായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കമ്പി കട്ട് ചെയ്തിട്ട്, അതായത് വലിപ്പം നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും ടൈറ്റ് കിട്ടാത്തതുകൊണ്ട് കമ്പി കട്ട് ചെയ്തിട്ട് കുറച്ച് നീളം കുറച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കമ്പി കുറച്ച് നീളം കുറച്ചിട്ട് ആക്കിയിട്ടുണ്ട്. കാരണം ജാക്കി അവിടെ അത്ര ടൈറ്റായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ആ ഹൈറ്റും കൂടെ കുറച്ചൊന്നുകൂടെ കട്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ബെഞ്ച് ഡ്രില്ല് വെച്ചിട്ട് ഫുള്ള് ഹോൾ എടുത്തിട്ടുണ്ട് 2 സൈഡിലേക്കും. അതിലേക്ക് ഒരു 1/2 ഇഞ്ച് ഹോളാണ് എടുത്തത്. 1/2 ഇഞ്ച് റാഡ് ഇട്ടിട്ട് അതിനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളാദ്യം സാധാ ബെഞ്ച് ഡ്രില്ല് വെച്ചിട്ട് നോക്കി. അപ്പോൾ ഒരു 3-4 ഹോൾ ഇടാൻ പറ്റി. അതിന് ശേഷം അവിടെ തടസ്സം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാ ഡ്രില്ലിൽ നോക്കി. അതിൻ്റെയും ചക്കൊക്കെ ചെറിയ അപ്പോൾ ഹോളിടുന്ന സമയത്ത് അതിൻ്റെ ബിറ്റൊക്കെ ഊരി വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വീണ്ടും ബെഞ്ച് ഡ്രില്ല് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് ഇട്ടത്. ഇനി അതിൻ്റെ അടിയിലേക്ക് വേണ്ട ഒരു പീസും കൂടെ നമ്മൾ വെൽഡ് ചെയ്ത് സെറ്റാക്കിയാണ്. അത് 2-1 പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് നമ്മൾ മുമ്പേ ഓരോ ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് 1 by 1 ആയിട്ട് എന്താ ചെയ്തതെന്നുള്ളത് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഓരോ ദിവസം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് 1/2 ഇഞ്ച് കമ്പി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്ക് പ്രസ് ചെയ്യേണ്ട സാധനം പ്രസ് ചെയ്തിട്ട് അഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ജോയിൻ്റ് ആക്കണം എന്നില്ല. 2 പട്ട വെച്ചിട്ട് സെൻറ്റർ ജോയിൻ്റ് ആക്കിയത് ചെയ്യണം എന്നില്ല. വെറുതെ ഒരു പൈപ്പ് വെച്ച് കൊടുക്കുന്നതാണ് ബെറ്റർ. പൈപ്പ് ആംഗ്ലറൊക്കെ അല്ലാതെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ പീസൊന്നും അഴിക്കാൻ പറ്റില്ല. നമ്മളിതിന് മൊത്തമായിട്ടൊന്ന് അപ്പോക്സി പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഫുള്ളായിട്ട് നീല പെയിൻറ്റും കൂടെ അടിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇനി നമ്മൾ ഇതിന് ഫുള്ള് നീല പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. വർക്കൊക്കെ കഴിയുമ്പം ഏകദേശം രാത്രി ആയിട്ടുണ്ട്. എന്തായാലും ഒരു ടൈമിൽ ഗ്യാപ്പ് കിട്ടുമ്പം ചെയ്യുന്നതാണ്. പെയിൻ്റ് അടിച്ചു, ചെറുതായിട്ടൊന്ന് ഉണങ്ങിയ അവിടെ തന്നെ നമ്മളതെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഒന്ന് പെയിൻ്റൊക്കെ ഇളകി വരുന്നുണ്ട്. എന്തായാലും നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് പെയിൻ്റ് ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. താഴോട്ട് മുകളിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ സ്വന്തം ആവശ്യത്തിനായതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയൊരു ഫിനിഷിങ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഈ സാധനം പുതുതായിട്ട് ആക്കിയത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഒക്കെ വരുത്താനുണ്ടെങ്കിൽ നോക്കി വരുത്താനുള്ളതാണ്. അപ്പോൾ നമ്മളത് കൊണ്ട് തന്നെ ഇതിൽ ഒരു കറക്റ്റ് പരമാവധി അഡ്ജസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. പൈപ്പും മെറ്റീരിയലൊക്കെ നമ്മുടെ അടുത്തുള്ള ഷോപ്പിലുള്ള മെറ്റീരിയൽ തന്നെ വെച്ചിട്ടാണ് പരമാവധി ചെയ്തിരിക്കുന്നത്. കൂടുതൽ നമുക്ക് അതിൽ കോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളതിന് ഒരു സ്പ്രിങ്ങും കൂടെ എക്സ്ട്രാ ജീപ്പിൻ്റെ സ്പ്രിങ് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വെച്ച് വെറുതെ ഒരു 2 സ്പ്രിങ് വെച്ച്, ഒരു സ്പ്രിങ് ആകുമ്പോൾ നമ്മുടെ അടുത്ത് കിട്ടിയ സ്പ്രിങ് പവറില്ലാത്തതുകൊണ്ട് തന്നെ റിട്ടേൺ പോകുന്നൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളത് ഒരു സ്പ്രിങ്ങും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ലൂസാക്കുമ്പോൾ ഫുള്ളങ്ങ് കയറി പോകുന്നുണ്ട്. ഇതിൻ്റെ പ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ മെഷീനൊക്കെ അഴിക്കുന്നത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന അപ്പോൾ അഴിക്കേണ്ടതൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് അതിൻ്റെ അഴിക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതുപോലെ ഓരോന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഇത് ആവശ്യമാണെങ്കിൽ ഇതുപോലത്തെ സാധനം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്.